ബേബി ഹൗസിലെ രഹസ്യങ്ങൾ ലീക്ക് ചെയ്ത് രേണു സുധിയെ താക്കീത് ചെയ്ത് ലാലേട്ടൻ. ഇന്നലെ ലാലേട്ടൻ ഒരാഴ്ചത്തെ വിശേഷങ്ങൾ അറിയാനായിട്ട് ബേബി ഹൗസിലെത്തിയിരുന്നു. ലാലേട്ടൻ വന്നത് വളരെ പ്ലസൻ്റ് ആയിട്ട്, അതായത് ഒരു വൈറ്റ് ഷർട്ടിൽ പിങ്ക് റോസാപ്പൂക്കളൊക്കെ ഉള്ള വളരെ മനോഹരമായ ഒരു ഷർട്ടൊക്കെ ധരിച്ചിട്ടാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. ലാലേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ വിശേഷങ്ങളാണ് ചോദിച്ചത്. അതിൽ പ്രധാനം ഒരു ലെറ്റർ, ബേബി ഹൗസിന് കിട്ടിയ ഒരു ലെറ്ററാണ്. ആ ലെറ്റർ അവിടെ വായിക്കേണ്ടായി. ലെറ്ററിൽ പറയുന്നത് ഈ രഹസ്യങ്ങളൊക്കെ എടുത്തത് ഇങ്ങനെ നേരത്തെ കൂട്ടി പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ, അത് ഒരു ശരിയായ നടപടിയല്ല, ഇതിനെന്താണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനകത്ത് മൂർത്തിയേക്കാളും വലിയ ശാന്തിയുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് ലാലേട്ടൻ ഇത് വായിച്ചു, ലെറ്റർ അവിടെ വായിച്ചതിന് ശേഷം ഈ വായിക്കുമ്പോഴൊക്കെ രേണു സുധിയെ തന്നെയാണ് ഫോക്കസ് ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത്. രേണു സുധിക്ക് ഒരു പരുങ്ങലുണ്ടായിരുന്നു. ഞാൻ എന്നാൽ ഇനി ഒരു വീഡിയോ കാണിക്കാമെന്ന് ലാലേട്ടൻ പറയുമ്പോൾ രേണു സുധി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി രേണു സുധിയായിട്ട് സംബന്ധപ്പെട്ട എന്തോ ആണെന്ന്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ രേണു സുധി ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ നോമിനേഷനിൽ വന്നിരിക്കുകയാണ്, എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിരുന്നു. അത് കണ്ടിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇത് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതാണോ, അതായത് നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ടോ? ആ സമയത്ത് ബേബി ഹൗസിനുള്ളിലേക്ക് കുറച്ച് പേരെ കടത്തി വിടുന്നുണ്ട്. ഇവരുടെ സാധനങ്ങളും ബെഡ്റൂമും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, ഫോണോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കയ്യിലുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഒന്നും തന്നെ കണ്ടുപിടിക്കുന്നില്ല. പക്ഷേ രേണു സുധി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതല്ല, പുറത്തുനിന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത്തരം ഓരോ റൗണ്ടിലും ഇടാനുള്ള വീഡിയോസ് കയ്യിൽ എടുത്ത് വെച്ചിട്ടാണോ വന്നത്? അതെ, ഓരോ റൗണ്ടിലും ഇടാനുള്ള വീഡിയോസ് കയ്യിലുണ്ടെന്ന് തന്നെയാണ് രേണു സുധി പറയുന്നത്. അത് അങ്ങനെ ചെയ്യാമോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ, ഇല്ല ലാലേട്ടൻ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എന്നോട് പലരും പറഞ്ഞു, അതിൻ്റെ ബേസിൽ ഞാൻ ചെയ്താണ്, എനിക്കറിയില്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി ഞാൻ ചെയ്യില്ല എന്ന് രേണു സുധി പറയുന്നുണ്ട്. അങ്ങനെ അതോടുകൂടെ രേണു സുധിയുടെ ശരി, ഇനി ഇങ്ങനെ ആവർത്തിക്കുന്നത് കളിച്ച് ജയിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ്, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ വന്ന് ജയിക്കാൻ പറ്റത്തില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത്. പിന്നെ മക്കളെ ആലോചിച്ചിട്ട് രേണു സുധി ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, പുറത്ത് പോകണോ, വേണമെങ്കിൽ ഇപ്പം തന്നെ പുറത്താക്കാമെന്ന് പറയുന്നുണ്ട്. ഇല്ല ലാലേട്ടൻ, എനിക്ക് പുറത്ത് പോകണ്ട, ഞാൻ കളിച്ചോളാം എന്നാണ് പിന്നെ പറയുന്നത്. പിന്നെ വന്നിട്ട് നെവിൻ്റെ കേസ് പറയുന്നുണ്ട്. നെവിൻ്റെ കേസ് എന്ന് പറയുന്നത് നെവിൻ മോഷണം നടത്തിയ കേസാണ് പറയുന്നത്. അത് പലരും അവിടെ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ലാലേട്ടൻ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വിഷ്വൽ, നെവിൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ മോഷണം നടത്തിയത്. അപ്പോൾ പിന്നെ ആര്യനോട് ചോദിക്കുന്നുണ്ട്, ആര്യൻ കണ്ടപ്പോൾ ആര്യൻ അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആര്യനോട് ചോദിക്കുന്നുണ്ട്, ഇത് മനസ്സിലായി, നിൻ്റെ കൂടെ നടന്ന ആളാണ്. അപ്പോൾ ആര്യൻ അങ്ങ് അന്തം വിട്ട് ആര്യൻ ചോദിക്കുന്നുണ്ട്, ഇവൻ ഇത് തമാശയാണോ സീരിയസ് ആണോ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, നെവിനെ, നിൻ്റെ മോഷണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിനക്ക് ഇതിനെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വേണമെങ്കിൽ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നു, എനിക്ക് എന്നാൽ ഒരു ഷൂ മതി, ഒരു ഷൂ എന്ന് നെവിൻ പറഞ്ഞു. ആ ഒരു ഷൂ എന്ന് പറഞ്ഞതുകൊണ്ട് ലാലേട്ടൻ അനീഷിനോട് പറഞ്ഞിട്ട് സ്റ്റോർ റൂമിൽ നിന്ന് ഷൂ എടുപ്പിക്കുന്നുണ്ട്. അതൊരു ലേഡീസ് ചപ്പലായിരുന്നു, ഒരു ഹൈ ഹീൽഡ് ചപ്പൽ, അതും ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരെണ്ണം നെവിന് കൊടുത്തിട്ട് പറയുന്നു, ഇത് നീ ഇട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ, ഒരെണ്ണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പേരാണ്, പക്ഷേ നീ ഒരെണ്ണം എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇതേ തരത്തുള്ളൂ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ പുകഞ്ഞക്കൊള്ളി ടാസ്കിൽ ആ ടാസ്കിൽ പങ്കെടുത്ത എല്ലാവരെയും ലാലേട്ടൻ എണീപ്പിച്ച് നിർത്തിയിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളിതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത് പുകഞ്ഞകൊള്ളി പുറത്ത് ടാസ്ക് വെച്ചത് തന്നെ ഒരാളെ പുറത്താക്കാൻ പറ്റിയാൽ അത്രയും ആയി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആരും തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നില്ല. നന്മമരം കളിയായിരുന്നു അതിൽ കൂടുതലും. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട്, അത് പിന്നെ നമ്മൾ സേവ് ചെയ്യാൻ തുടക്കമല്ലേ, ആദ്യത്തെ ഒരു റൗണ്ടിൽ സേവ് ചെയ്യാമെന്ന് കരുതി, പിന്നീട് പുറത്താക്കാൻ ടൈം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ ബിൻസിയോടും ശൈത്യോടും എല്ലാവരോടും ഇത് തന്നെ ചോദിക്കുന്നുണ്ട്. പുകഞ്ഞുള്ളി പുറത്ത് ടാസ്ക് നിങ്ങളത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയില്ല എന്നാണ് ലാലേട്ടൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. പിന്നെ വരുന്നത് ആക്റ്റീവ് അല്ലാത്ത കുറച്ച് പേര്, അതായത് ശൈത്യ, ബിൻസി, രഞ്ജിത്ത്, ഒനീൽ, അങ്ങനെ കുറേ പേരെ വിളിച്ചിട്ട് ഇത് ഒട്ടും നിങ്ങൾ ആക്റ്റീവ് ആവുന്നില്ല, കുറച്ചും കൂടെ നിങ്ങളിതിനകത്ത് ഗെയിം പ്ലാൻ നിങ്ങൾ കണ്ടെത്തി കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കളിക്കണം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഒളിച്ചിരിക്കുകയാണെന്നാണ് ലാലേട്ടൻ കുറ്റപ്പെടുത്തിയത്. ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് വന്നവരല്ല, നമ്മൾ നമ്മുടേതായ ഒരു ഗെയിം പ്ലാൻ വെച്ചിട്ട് കളിക്കുക എന്നുള്ളതാണ് അതിലൊരു കാര്യം ലാലേട്ടൻ പറഞ്ഞേക്കുന്നത്. പിന്നെ ജിസേലിൻ്റെ കാര്യം, ജിസേലിനൊരു ടാസ്കിൽ പരാജയപ്പെട്ടു, ആ ബാഡ്ജ് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാ കോസ്മെറ്റിക്സും അടക്കം ഡ്രസ്സും അടക്കം എല്ലാം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ജിസേൽ 1, 2, 3 വട്ടം തിരിച്ചു കൊടുത്തിട്ടും പിന്നെയും ജിസേലിൻ്റെ കയ്യിൽ ഓരോ സാധനങ്ങൾ ഇരിക്കുന്നതായിട്ട് കണ്ടെത്തി. അപ്പം ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇനിയും എന്തെങ്കിലും കയ്യിലുണ്ടോ? അപ്പോൾ കൺസീലർ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്.
എന്നാൽ പിന്നെ ഇനി ഒരു ശിക്ഷ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ജിസേലിൻ്റെ പെട്ടി ലാലേട്ടൻ കാണിച്ചിട്ട് ഈ പെട്ടി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയാണ്. ജിസേലിന് ഇതുവരെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ജിസേൽ ഇനി കളിച്ചാൽ മതി. അത് ജിസേലിന് ഭയങ്കര വിഷമാവുമെന്ന് ചോദിക്കും. ജിസേൽ പറയുന്നുണ്ട് പെട്ടി തിരിച്ചയക്കുകയാണെങ്കിൽ എനിക്ക് വിഷമാവും. അപ്പോൾ അത് കുഴപ്പമില്ല, ജിസേലിന് പിന്നെ ഇനി പെട്ടിയില്ല. ഇത്രയും ദിവസം എല്ലാവരെയും മണ്ടന്മാരാക്കി ഓരോരോ സാധനങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ജിസേലിന് പെട്ടിയില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് ലാലേട്ടൻ വരുന്നത് കൊണ്ടും വളരെ മനോഹരമായിട്ട് എല്ലാവരും നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ അതിനകത്ത് പേരിടൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് അവിടെ നമ്മുടെ രേണുസുധീനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു എന്നുള്ള വിഷയമായിരുന്നു ഏറ്റവും വലുതായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത്. അക്ബറിനെ അവിടെ പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അക്ബർ ഇങ്ങനൊരു പേര് സജസ്റ്റ് ചെയ്തതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്, അല്ലാണ്ട് മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല. അപ്പോൾ രേണുസുധിയോടുള്ള എന്തെങ്കിലും ഒരു പിന്നെ ഒരു പേഴ്സണൽ ഒരു റിവെഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താല്പര്യമില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ അതിനുശേഷം അത് മാപ്പ് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അത് പിന്നെ എനിക്ക് തെറ്റുപറ്റിയെന്ന് പിന്നീട് മനസ്സിലായി. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആർക്കും ആ ഒരു പേരിനോട് താല്പര്യമില്ല. അപ്പോൾ ഇത് പുറത്ത് കാണുന്നൊരു ഷോ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരിത് കേൾക്കില്ല. ഇപ്പോൾ രേണുസുധിയോട് ചോദിക്കുമ്പോൾ രേണുസുധി പറയുന്നുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ നാണം കെട്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ സാരമില്ല, ഇനി എന്തായാലും അടുത്ത ഇത്തരം പ്രവണതകൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെയാണ് അപ്പി എന്ന് വിളിച്ചത് ആദില നൂറ ദമ്പതികൾ അനീഷിനെ. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, അവർ രണ്ടുപേരും അത് അർഹിക്കുന്ന ഒരാൾക്കാണ് അങ്ങനെ ഒരു പേരിട്ടേക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് അനീഷ് അത് അർഹിക്കുന്നുണ്ട്, എന്നാൽ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വിളി രേണുസുധി അർഹിക്കുന്നില്ല. അനീഷിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് മനീഷ് നമ്മളോട് പെരുമാറുന്ന രീതിയും ചൊറിയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ആ പേര് അർഹിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ എടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ തെറ്റ് ചെയ്തും പിന്നെ ഇത് സമ്മതിക്കുകയാണോ? അപ്പോൾ അവർ വീണ്ടും ഇത് അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അത് ലാലേട്ടനും ഇഷ്ടപ്പെട്ടിട്ടില്ല. പൊതുവേ അതൊരു തെറ്റ് പറ്റി അത് സമ്മതിക്കുക എന്നുള്ളതാണ്. അതിന് അവർ സമ്മതിക്കാതെ അതിനെ വീണ്ടും ഞങ്ങളിതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞത് അത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു റോബോട്ടിനെ മോഹൻലാൽ കൊണ്ടുവരുന്നുണ്ട്. റോബോട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അതൊരു വാച്ച് ഡോഗാണ്. വാച്ച് ഡോഗിന് പേര് കൊടുക്കാനുള്ള ഒരു അവസരമൊക്കെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്തൊരു നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്നത്, നെക്സ്റ്റ് വീക്ക് അല്ല എന്നാൽ ഇന്നിപ്പോൾ വരാൻ പോകുന്നത് ഒരു പിന്നെ നോമിനേഷൻ്റെ ആരാണ് പുറത്താകും എന്നുള്ളതാണ്. അതിൽ കൂടുതലും രഞ്ജിത്തിൻ്റെ പേരാണ്, അതായത് വോട്ട് കൂടുതലുള്ളത് രഞ്ജിത്തിനാണ്. അതുകൊണ്ട് രഞ്ജിത്തിൻ്റെ പേരാണ് കൂടുതലും പറയുന്നത്. പിന്നെ നെവിനെയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ നെവിൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 ദിവസം കൊണ്ട് കുറച്ച് പിന്നെ വോട്ട് കിട്ടുന്നുണ്ട്, കുറച്ച് ആരാധകർ കൂടിയിട്ടുണ്ട്. നെവിൻ്റെ ആ ഒരു രീതി മോഷണമൊക്കെ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് രഞ്ജിത്തിൻ്റെ പേരാണ് കൂടുതലും കേൾക്കുന്നത്. പിന്നെ ഇനി ഇന്നത്തെ ഒരു ഇത് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിന് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചും ജയിൽ ടാസ്കിനെ കുറിച്ചും ഒക്കെ പറയാൻ, റൂൾ ബ്രേക്കിനെയൊക്കെ കുറിച്ച് ഇന്ന് ലാലേട്ടൻ പറയാൻ സാധ്യതയുണ്ട്. പിന്നെ വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഒരു പുറത്താകൽ വന്നു കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രിയും നമുക്ക് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ മുറുകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.